ഹലോ ഫ്രണ്ട്സ്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ട് ഇരിക്കുന്നത് പുരളിമല റിസോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളൊരു 8, 8:30 ആകുമ്പോൾ ഇറങ്ങി. പിന്നെ അമ്മയുടെ 10ാം ക്ലാസ് ബാച്ചിലെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മട്ടന്നൂർ വരെ ഓട്ടോയിലാണ് പോയത്. അവിടുന്ന് ടൗണിൽ നിന്നാണ് 2 ബസ്സായിട്ട് പുറപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ടൗണിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ ഞങ്ങൾ മിനി ബസ്സിലാണ് കയറിയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രതീക്ഷിച്ച അത്രയും ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റിസോർട്ടിനെക്കുറിച്ച് എല്ലാവർക്കും വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. കാരണം ഇത് വന്നിട്ട് അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു റിസോർട്ടിലേക്ക് നമുക്ക് 2 റൂട്ടിൽ പോവാം. അതായത് മട്ടന്നൂരിൽ നിന്ന് ശിവപുരം, മാലൂർ വഴിയും പിന്നെ തില്ലങ്കേരി വഴിയായിട്ടും പോവാം. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോവാം. പിന്നെ എന്താ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ പുരളിമല മുത്തപ്പൻ്റെ ക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. അതായത് റിസോർട്ടിനടുത്ത് തന്നെയാണ് ഈ വ്യൂ പോയിൻ്റ്. തൊട്ടടുത്താണ് റിസോർട്ട്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റിൽ ഞാൻ മുൻപ് വന്നിട്ടുണ്ട്. ഇതിനൊരു വേറെ പേരും കൂടിയുണ്ട്, ചിത്രപീഠം. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങിയ സമയം കുറച്ചുകൂടി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെയാണെങ്കിൽ അടിപൊളിയാണ് സംഭവം. ഇവിടെ രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടാവും കാണാനൊക്കെ. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനും വ്യൂ പോയിൻ്റ് കാണാനൊക്കെ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ആരൂഢം റിസോർട്ട് എന്നാണ് പേര്. ഞങ്ങൾ വന്ന ബസ്സാണിത്. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം എല്ലാവരും കണ്ടപ്പോൾ ഈ ഒരു സന്തോഷം, അന്വേഷണം, പറച്ചിലൊക്കെ തുടങ്ങി. ശിശിരകാലം അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, ഇവിടെ ഫുൾ പൂമ്പാറ്റകളാണ്. പൂമ്പാറ്റ ചെടിയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, പല നിറത്തിലും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറേ പൂമ്പാറ്റകൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. ഒരുമിച്ച് പൂമ്പാറ്റ ഇത് കണ്ടോ, ഈ ചെടിയുടെ പേര് പൂമ്പാറ്റ ചെടി എന്ന് തന്നെയാണ്. അതിന് ചുറ്റും പൂമ്പാറ്റകളാണ്. അതുപോലെ തന്നെ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഇവിടെ. ഓരോ വീടുകളെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ നമ്മളെ സ്വന്തം വീട് പോലെ തോന്നും. ഭയങ്കര ലക്ഷറി ഒന്നുമല്ല. സാധാരണ ഒരു വീട് എങ്ങനെയാണോ അതിൻ്റെ കൂടെ കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ എല്ലാവരും പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ അവിടുത്തെ ഏരിയയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനൊക്കെ പോയി. അപ്പോൾ ഇവിടെ ഊഞ്ഞാലുകൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. എല്ലാ ഭാഗത്തും എല്ലാ ഏരിയയിലും ഓരോ ഊഞ്ഞാലുകളുണ്ട്. പിന്നെ ഏറുമാടം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു. മഴവില്ലിനാലിഴമേഞ്ഞിടും അഴകിൻ കൂട് തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ശിശിരകാലം പുലരിപ്പൂ മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേന്നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി മാറുന്നു പറവകൾ പോലവേ. അപ്പോൾ ഇവിടുത്തെ ഒരു വീട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു വീട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം.
എന്താ പറയുക ഇവിടുത്തെ കോലായിലിരുന്ന് നമ്മൾ ചില സ്ഥലങ്ങളുണ്ടാവില്ലേ, ചില സ്ഥലങ്ങളിൽ പോയിരുന്നാൽ ഭയങ്കര ഫ്രഷ് മൂഡായിരിക്കും, നമ്മൾ വേറൊരു ലോകത്തായിരിക്കും, എല്ലാം മറന്നിട്ടിരിക്കാൻ പറ്റിയൊരു അതുപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കയറിയിട്ടില്ല. അതിൻ്റെ മേലെ കയറിയാൽ ഭയങ്കര രസമാണെന്നൊക്കെ കാണാനൊക്കെ ഒരുപാടുണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ കയറിയിട്ടില്ല. സെക്കൻഡ് വൺ ഒന്ന് ഇതാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എല്ലാം ഒരു നമ്മളെ വീട് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലാണ്ട് ഒരു ലക്ഷറി ഫീലൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധാരണ ഒരു റിസോർട്ടാണിത്. അപ്പം നമുക്കിനി ഒരാളെ പരിചയപ്പെട്ടാലോ? എൻ്റെ പേര് നിർമാല്യ. ആണോ? എത്രയല്ല പഠിക്കുന്നേ? 6ല്. ഏത് സ്കൂളാ? കല്ലൂരി. ബാലമുരളീൻ്റെ അല്ലേ? ചെറുങ്ങനെ ഒന്ന് ചുറ്റടിച്ചതിന് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ സ്നാക്സും ചായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ വിധം സ്നാക്സ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. അങ്ങനെ പിന്നെ പരിപാടി തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. അങ്ങനെ എന്താ പറയുക, കുറേ കലാകാരന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് പാടാനും പിന്നെ എന്താ കവിത എഴുതാനൊക്കെ. നീ വായിച്ചെടുക്കണം, മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം, എന്നെ പ്രണയിച്ച കാട്ടുപൂവേ പുലി പാടി നീങ്ങാം. ഇതാണ് കവിത. അപ്പം ആരാണ് ഈ കവിത എഴുതിയിട്ടുണ്ടാവുക എന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ പരിപാടി അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മോനൊന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ എനിക്കിവിടെ 2 ഫ്രണ്ട്സിനെ കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ ഒരാൾ നിങ്ങൾ നേരത്തെ കണ്ടു, പിന്നെ ഒന്നുള്ളത് അലീഷ. അപ്പോൾ അത് ആ കുട്ടി ഇവിടുന്ന് കളിക്കാം. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മോൻ ആദ്യമായിട്ടാണ് ഈ ഒരു സീസോയിൽ കയറുന്നത്. അപ്പോൾ ഇതാണ് അലീഷ. കണ്ടോ, ഇവിടെ ഫുൾ പച്ചപ്പാണ്, നല്ല നല്ല മരങ്ങളും തണലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഈ തണലത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ശരിക്കും വാവേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഓരോ ഏരിയയിലും ഓരോ ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ 2 ഊഞ്ഞാലുകളുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ എന്താ ഭയങ്കര പച്ചപ്പും തണലൊക്കെ ആയിട്ടുള്ള സ്ഥലം. പിന്നെ എന്താ കുറേ ഏരിയ ഒന്നുമില്ല, പക്ഷേ ഉള്ള ഏരിയ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എന്താ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം. എവിടെ ഇതാര മാനിന്റെ പുറത്ത് ഇരിക്കുന്നേ? അമ്മേന്റെ ഹേഷിടുവാ, വീഴുവാ, ഉറുക്കെ പിടിക്കേ. അപ്പോൾ മോന് 2 ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ടാവും, ഭയങ്കര ഹാപ്പിയാണ്. അവർ പെട്ടെന്ന് സെറ്റായിട്ടോ 2 പേരുമായിട്ട് അവൻ. അപ്പോൾ എന്താ ഭയങ്കര ഹാപ്പിയാണ് ആള്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധൻ്റെ പ്രതിമയായാലും ചിത്രമായാലും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പും കൂടിയുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു മുൻപ് മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മീനൊന്നുമില്ല, പിന്നെ അത്ര ക്ലീൻ അല്ല. മുൻപ് മീനൊക്കെ ഇട്ട സ്ഥലമായിരിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഹാങ്ങിങ്. അപ്പോൾ ഇതാണ് ഒരു വീട്, ഇതാ ഞാൻ കയറിപ്പോകുന്നത്, അതൊരു വീടാണ്. ചെടികൾ കൊണ്ട് എന്താ പറയണ്ടത്, ചുറ്റും ചെടികളാണ് ആ വീടിൻ്റെ. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് അവിടുത്തെ കോലായിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഏയ്സ എവിടെ? കാണാതെ, ഏയ്സു കാണാതെ. ആകുമ്പോൾ നീ പറയാറുള്ള കഥകളിൽ. അപ്പം ഇനി കുറച്ച് നേരം ഒരു ഷോ ഓഫ് ആയാലോ?
അപ്പോൾ ഈ ഒരു പ്രൈസ് എനിക്ക് പാട്ട് പാടിയതിന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ പാട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പക്ഷെ വേറൊരു പാട്ടും കൂടെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ചേട്ടൻ്റെ നല്ലൊരു പാട്ടോടുകൂടി ഞങ്ങളുടെ ഉച്ചവരെയുള്ള കലാപരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്താ? ഫുഡ്. അപ്പോൾ അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ ഈ ഒരു സ്പേസാണ് ഫുഡ് കഴിക്കാനുള്ളത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനൊന്നും പറ്റില്ല, എന്നാൽ കൂടെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിന് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐറ്റംസ് ഓരോന്നായിട്ട് വരികയായി. സദ്യയും പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടില്ല. അപ്പോൾ കുറച്ച് നേരം ബ്രേക്ക്. ഇരുന്നിട്ടുള്ളതാണ് മൂന്നാമത്തെ വീഡിയോ. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എൻ്റെ അടുത്തില്ല കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഇതാ ഒരു വ്യൂ പോയിന്റിൽ പോയി. ഉച്ച സമയത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത്. വെറുതെ ഒന്ന് നടന്ന് ആ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഒരു ക്ഷീണമൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര ചില്ലിങ് ആയി എനിക്ക് നല്ല വൈബായിരുന്നു. ഭക്ഷണമാണെങ്കിലും അടിപൊളിയാണ്. എല്ലാവരും ഒരേപോലെ തോന്നി എനിക്ക്. ആരും പിന്നോട്ട് നിൽക്കാണ്ട് എല്ലാവരും നല്ല വൈബുള്ള ടീമുണ്ട്. അപ്പൊ ആ കാലത്ത് നല്ല ആയിരിക്കുമല്ലോ നിങ്ങള്. അന്നത്തെ പൊട്ടന്മാരാണ്. അപ്പോൾ അത് വീണ്ടും തിന്നാനുള്ള ഒരു ടൈമായി. അപ്പോൾ ചായ സ്നാക്സൊക്കെ റെഡി. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ സമാപനത്തിൻ്റെ ഏകദേശം വക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പാട്ടും ഡാൻസൊക്കെ ആയി. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. അപ്പോൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.